20 കൊല്ലം പഴക്കമുള്ള വീട് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ പുതുക്കി പണിയാ ഡോക്ടറെ. കഴിഞ്ഞ 2 മാസമായിട്ട് ടൈലിന്റെ പണിക്കാരുണ്ട്, ഒരു വശത്തൂടെ പെയിന്റ് അടി നടക്കുന്നു, മരപ്പണിക്കാരുമുണ്ട്. ഈ 2 മാസവും എനിക്ക് ജലദോഷം വിട്ടൊഴിഞ്ഞ നേരമില്ല. മൂക്കിൽ നിന്ന് കട്ടിയായിട്ടുള്ള കഫം, ചിലപ്പോൾ ചീറ്റുമ്പോൾ ചോരയും കാണുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും ഈ വീട്ടിൽ തന്നെയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണിത്? എനിക്ക് ഇത് കാരണം ആ വീട്ടിൽ ജീവിക്കാൻ തന്നെ സാധിക്കുന്നില്ല. ഈ പ്രശ്നവുമായിട്ടാണ് ഒരു വീട്ടമ്മ ഇന്ന് ഒപിയിലെത്തിയത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പാരമ്പര്യം തന്നെ. അലർജിയും ആസ്മയും ഒക്കെ ഉള്ളവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഇത്തരം പൊടിപടലങ്ങളോടുള്ള റിയാക്ഷൻ വ്യത്യസ്തമായിരിക്കും. അതുമാത്രമല്ല, ചെറുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ നേരിടാൻ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെയാണോ ശീലിച്ചിട്ടുണ്ടാവുക അതിനനുസരിച്ചായിരിക്കും വളരുമ്പോഴും നമ്മുടെ ശരീരം പ്രതികരിക്കുക. പിന്നുള്ളത് നമ്മുടെ വയറിനുള്ളിലെ ബാക്ടീരിയൽ ഫ്ലോറ. ഈ 3 ഘടകങ്ങളാണ് പ്രധാനമായും അലർജിയെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന 2 പേരിൽ ഒരാൾക്ക് മാത്രം അലർജിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്.